ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അശ്വഗന്ധാരിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലവും ശക്തിയും നൽകുന്ന ഒരു തരം അമൃതാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോകും. സത്യത്തിൽ ഈ അശ്വഗന്ധാരിഷ്ടം എല്ലാവർക്കും കഴിക്കാവുന്നതാണോ? ഇത് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഉറക്കക്കുറവും ബലക്ഷയം അനുഭവപ്പെടുക, ലൈംഗിക താല്പര്യക്കുറവ്, നാഡികൾക്ക് ശക്തി കുറവ്, മാനസിക സമ്മർദ്ദം, ഇത്തരം കണ്ടീഷൻസിൽ മാത്രമാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അതല്ലെങ്കിൽ ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? തെറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കാനിടയുള്ളത്? എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചുരുക്കി വിവരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുത്തുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവിയർ. പതിപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അശ്വഗന്ധാരിഷ്ടത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കറിയണം. അശ്വഗന്ധാരിഷ്ടം തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ്, ഇത് ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടത്, ഏത് അളവില് എത്ര ഡോസിൽ വേണം ഇത് കഴിക്കാനായിട്ട്, ഏത് സമയത്ത് ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അശ്വഗന്ധാരിഷ്ടം തയ്യാറാക്കുന്ന രീതിയും ചുരുക്കി വിവരിക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ ഈ അശ്വഗന്ധാരിഷ്ടത്തെ പറ്റി തെറ്റിദ്ധരിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അശ്വഗന്ധാരിഷ്ടം ഒരു അരിഷ്ടകൽപ്പനയാണ്. അതായത് വേണ്ടതായ ഔഷധ ദ്രവ്യങ്ങൾ അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് ശുദ്ധീകരിക്കേണ്ടതുണ്ടെങ്കിൽ ശുദ്ധീകരിച്ചെടുത്ത് കഴുകി ഉണക്കി വൃത്തിയാക്കിയതിനു ശേഷം വിധിപ്രകാരം കഷായം വെച്ച് അരിച്ചെടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് മറ്റു പൊടിമരുന്നുകളും ബെല്ലവും താതിരിപ്പും ഒക്കെ ചേർത്ത് കെട്ടിവെക്കുന്നു. അപ്പൊ ആ രീതിയിൽ പുളിപ്പിച്ചെടുത്ത് തയ്യാറാക്കുന്നതാണ് അശ്വഗന്ധാരിഷ്ടവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിന്റെ അംശം ചെറിയ തോതിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് സഹായകരമാവുന്നത്. ഒപ്പം തന്നെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് മറ്റ് പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കാതെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ഈ പുളിപ്പിച്ച് തയ്യാറാക്കുന്നുണ്ട് സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇത് നിശ്ചിത അളവിൽ മാത്രം കഴിക്കണം എന്നുള്ള സംഗതിയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ അരിഷ്ടങ്ങളിലെല്ലാം തന്നെ 5% മുതൽ 7% വരെ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിന്റെ അംശം കണ്ടുവരുന്നുണ്ട്. അശ്വഗന്ധാരിഷ്ടം പലതരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. കേരളീയ ശൈലിയിൽ തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിലെ പരമ്പരാഗത വൈദ്യ കുടുംബങ്ങളിൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഭൈഷജ്യ രത്നാവലിയിലാണ് അശ്വഗന്ധാരിഷ്ടത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. അശ്വഗന്ധാരിഷ്ടം തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പ്രധാന ചേരുവ അമുക്കുരം, അശ്വഗന്ധം തന്നെയാണ്. വിദാനിയ സോംനിഫറ. അമുക്കുരം ശുദ്ധീകരിക്കുന്നത് പാലിൽ പുഴുങ്ങി നിഴലിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അശ്വഗന്ധാരിഷ്ടത്തില് പൊതുവായിട്ട് ചേർത്ത് വരാറുള്ള മറ്റു മരുന്നുകള് മഞ്ചട്ടി, മരമഞ്ഞള്, മുത്തങ്ങ, കടുക്ക, രക്തചന്ദനം, മഞ്ഞള്, തൃഗഡു, ത്രിഫല, പാൽമുതിക്കൻ കിഴങ്ങ്, നന്നാരിക്കിഴങ്ങ്, രാമച്ചം, അതുപോലെ തന്നെ പുളിപ്പിക്കുന്നതിനായിട്ട് താതിരിപ്പൂവും ശർക്കരയും കൂടെ ചേർത്ത് വരുന്നു. ഇതൊക്കെയാണ് പൊതുവായിട്ട് ഉപയോഗിച്ചു വരുന്ന ഔഷധദ്രവ്യങ്ങള്. അവസ്ഥാനുസരണ വ്യത്യസ്ത ടെക്സ്റ്റുകൾക്ക് അനുസരിച്ച് രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ ഔഷധ യോഗങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ രീതിയിൽ മേൽപ്പറഞ്ഞ ഔഷധദ്രവ്യങ്ങൾ കൊണ്ട് കഷായം വെച്ച് അരിച്ചെടുത്ത് അതിലേക്ക് ശർക്കരയും താതിരിപ്പൂവും ചേർത്ത് ഏകദേശം 1 മാസത്തോളം കെട്ടിവെക്കുന്നുണ്ട്. അതിനുശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. അശ്വഗന്ധാരിഷ്ടം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ചേരുവയായിട്ടുള്ള അമുക്കുരം, അശ്വഗന്ധയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇതിന്റെ ഗുണങ്ങളായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അമുക്കുരം ബല്യമാണെന്നും രസായനമാണെന്നും വാജീകരണമാണെന്നും ബൃംഹണം, വാതഹരം, മാംസധാതുവിനെ പുഷ്ടിപ്പെടുത്തുന്നു, നാഡീവ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് അമുക്കുരത്തിന്റെ പ്രധാന ഗുണങ്ങളായിട്ട് അടിസ്ഥാന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഇത് ഏതേത് രോഗാവസ്ഥകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നതെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി, ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഇവിടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പൊതുവെ പലതരത്തിലുള്ള ശാരീരിക ക്ഷീണം അനുഭവപ്പെടുമ്പോൾ അശ്വഗന്ധാരിഷ്ടം തനിച്ചോ മറ്റ് ഔഷധ യോഗങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും രോഗാവസ്ഥകളിൽ ചികിത്സയ്ക്ക് ശേഷം ശരീരത്തിന്റെ ക്ഷീണം മാറ്റി ഊർജ്ജവും ശക്തിയൊക്കെ വീണ്ടെടുക്കുന്നതിന് സഹായകരമാണ് അശ്വഗന്ധാരിഷ്ടത്തിന്റെ കൃത്യമായ ഉപയോഗം വഴി. അതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഉറക്കക്കുറവും ഒക്കെ വഴി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, അത്തരം അവസ്ഥകളിൽ അശ്വഗന്ധാരിഷ്ടം നിർദ്ദേശിക്കാറുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കാനായിട്ട് സഹായകരമായതുകൊണ്ട് നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഉറക്കക്കുറവുള്ളവർക്ക് ഇൻസോമിനിയ പോലുള്ള രോഗാവസ്ഥകൾ ചികിത്സിക്കുമ്പോൾ അശ്വഗന്ധാരിഷ്ടവും കൂടെ ഉപയോഗിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ വാദം അമിതമായിട്ട് വർദ്ധിച്ചിട്ട് നമ്മുടെ നാഡീവ്യൂഹത്തെ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിയുമ്പോൾ അത്തരം അവസ്ഥകളിലും ശരീരത്തിലുണ്ടാകുന്ന ബലക്കുറവ് മാറ്റിയെടുക്കുന്നതിനായിട്ട് അശ്വഗന്ധാരിഷ്ടം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സഹായകരമാവുന്നതാണ്. പല പല കാരണം കൊണ്ട് ശരീരഭാരം കുറഞ്ഞു വരുന്നു, മസിൽ വേസ്റ്റിംഗ് അനുഭവപ്പെടുന്നു. ഇത്തരം അവസ്ഥകളിലും മാംസധാതു പുഷ്ടികരമായതുകൊണ്ടും പോഷണ ഗുണമുള്ളതുകൊണ്ടും ഒക്കെ തന്നെ അമുക്കുരം ഇത്തരം അവസ്ഥകളിൽ അമുക്കുരം ചേർത്ത് തയ്യാറാക്കുന്ന അശ്വഗന്ധാരിഷ്ടം ഉപയോഗിച്ചു വരാറുണ്ട്. പലപ്പോഴും ഇതിന്റെ കൂടെ ആ രോഗിയുടെയും ദോഷസ്ഥിതിയും രോഗാവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഔഷധങ്ങളും കൂടെ ചേർത്ത് ഉപയോഗിക്കേണ്ട
ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രസായന ചികിത്സയുടെ ഭാഗമായിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗാവസ്ഥകൾ നമ്മളെ ബാധിക്കുമ്പോൾ, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ക്ഷീണവും തളർച്ചയും ആലസ്യവും ബലക്കുറവും ഒക്കെ അനുഭവപ്പെടുമ്പോൾ അത്തരം അവസ്ഥകളിലും അശ്വവും ധാരിഷ്ടവും നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റി കേസ് ഒക്കെ ചികിത്സിക്കുമ്പോൾ സ്പേം കൗണ്ട് കുറഞ്ഞു വരുന്ന അവസ്ഥകൾ, മോട്ടിലിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥകൾ, ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതിന്, ശുക്രധാതു വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് മറ്റ് ഔഷധങ്ങളുടെ കൂടെ ചേർത്ത് അശ്വവും ധാരിഷ്ടവും ഉപയോഗിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നാഡീ വൈകല്യം കൊണ്ട്, നാഡീക്ഷയം കൊണ്ട് വാദദോഷം അമിതമായിട്ട് വർദ്ധിച്ചിട്ട് ശരീരത്തിലുണ്ടാവുന്ന സന്ധിവേദന, നടുവേദന, മറ്റ് വാദജന്യമായിട്ടുള്ള രോഗാവസ്ഥകൾ, ഇവിടെയൊക്കെ തന്നെ ചികിത്സിക്കുമ്പോഴും അശ്വവും ധാരിഷ്ടം ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരാറുള്ളത് കാലത്തും രാത്രിയും ഭക്ഷണശേഷം 15 മില്ലി മുതൽ മാക്സിമം 30 മില്ലി വരെയാണ് നിർദ്ദേശിക്കാറുള്ളത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ ഹാഫ് ഡോസ്, അതായത് ഒരു 5-10 മില്ലി 15 മില്ലി വരെ ഉപയോഗിക്കാറുണ്ട്. പ്രായമായവർക്ക് മാക്സിമം 30 മില്ലി മതിയാകും. കാലത്തും രാത്രിയും ഭക്ഷണശേഷം ദിവസം 2 നേരം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. കുറച്ചു കാലം, മാസങ്ങളോ 2-3 മാസക്കാലം, 5-6 മാസക്കാലം ഒക്കെ തുടർച്ചയായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഈ അളവിൽ കൃത്യമായിട്ട് വേണ്ടതായ രോഗിക്ക് ശരിയായ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ, ഇത് നിർദ്ദേശിക്കുന്നതിനായിട്ട് രോഗിയുടെ പ്രായം, ദോഷസ്ഥിതി, രോഗാവസ്ഥകൾ, അഗ്നിബലം, ഏതേത് രോഗാവസ്ഥകൾ അനുഭവിക്കുന്നു, പുരുഷനാണോ സ്ത്രീയാണോ, കുഞ്ഞാണോ, വാർദ്ധക്യത്തിലാണോ, ദഹനശക്തി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം മറ്റേത് ആയുർവേദ ഔഷധത്തെ പോലെ അശ്വവും ധാരിഷ്ടവും നിശ്ചയിക്കുന്നതിനായിട്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നിർദ്ദേശിക്കുമ്പോൾ ശരീരഭാരവും അവരുടെ ദഹനശക്തിയും മറ്റ് രോഗാവസ്ഥകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നിർദ്ദേശിക്കാനായിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊരു പെയിൻ കില്ലർ പോലെ തൽക്കാലത്തേക്ക് 1-2 ദിവസത്തേക്ക് ഒരു ഡോസ് നിശ്ചയിക്കുമ്പോഴത്തേനും രോഗാവസ്ഥകൾക്ക് മാറ്റം വരുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇത് ആഴ്ചകളോ മാസങ്ങളോ തുടർച്ചയായിട്ട് 5-6 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത്തരം ക്രോണിക് കണ്ടീഷൻസ്, പഴകിയ രോഗാവസ്ഥകൾ ചികിത്സിക്കുമ്പോഴാണ് ഇത്തരം ഔഷധങ്ങൾ പൊതുവെ ഉപയോഗിച്ചു വരാറുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നിങ്ങൾ ആരൊക്കെയാണ് ഇത് ഒഴിവാക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഏറ്റവും ആദ്യം പറയട്ടെ, സ്വയം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കരുത്. പിത്തദോഷം അമിതമായിട്ട് ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉപയോഗിക്കരുത്. പ്രമേഹം അമിതമായിട്ടുണ്ടെങ്കിലും അസിഡിറ്റി അമിതമായിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കരുത്. വളരെ കാലമായിട്ട് നിങ്ങൾക്ക് ചെറിയ തോതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുപോയി അസിഡിറ്റി ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രമേഹം ബോർഡർ ലൈൻ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ശർക്കരയൊക്കെ ചേർത്ത് പൊളിപ്പിച്ചിട്ടുള്ള അരിഷ്ടയോഗങ്ങൾ വളരെ കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റിയും പ്രമേഹം ഒക്കെ വർദ്ധിക്കുന്നതിന് ഇടയാക്കിയേക്കാം. അതുപോലെ തന്നെ അമിത മദ്യപാനം കൊണ്ട് തീവ്രമായിട്ടുള്ള കരൾ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മതാത്യ ചികിത്സാ സമയത്ത് ഗർഭിണികള്, കുട്ടികള്, മുലയൂട്ടുന്നമ്മമാര്, ശക്തമായ രോഗാവസ്ഥകള്, ശക്തമായ അജീർണം, ദഹനത്തകരാറ്, ഇത്തരം അവസ്ഥകളിലൊന്നും അശ്വവും ധാരിഷ്ടം നിർദ്ദേശിക്കാൻ പാടുള്ളതല്ല. പലരും ചോദിക്കാറുണ്ട് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ്, പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ളത്. ശരിയായ അളവിൽ ശരിയായ രോഗിക്ക് ശരിയായ സമയത്ത് നിശ്ചയിക്കുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. തെറ്റായ രീതിയിൽ അമിതമായിട്ട് ഉപയോഗിച്ചാൽ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും പൊളിച്ചുതേട്ടലും ലൂസ് മോഷനും വയറിനകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയേക്കാം. മറ്റു ചിലർ ചോദിക്കാറുണ്ട് മറ്റു മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാമെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും എന്തെന്ത് രോഗാവസ്ഥകൾക്ക് എന്തെന്ത് മരുന്നുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഔഷധങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടെ വേണം മാത്രം ഉപയോഗിക്കാനായിട്ട്. ഏതൊരു രോഗാവസ്ഥയിലെയും പോലെ തന്നെ ഈ ഒരു അരിഷ്ടം മാത്രം സേവിച്ചതുകൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാ രോഗാവസ്ഥകൾക്കും ആശ്വാസം കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ രോഗതീവ്രതയും ദോഷസ്ഥിതികളും ഒക്കെ മനസ്സിലാക്കി മറ്റ് ഔഷധങ്ങൾ കൂടെ ചേർത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ശരിയായ വ്യായാമം, യോഗാഭ്യാസം, മെഡിറ്റേഷൻ, പോഷകാഹാരങ്ങൾ കൃത്യമായിട്ട് കഴിക്കണം. സമയാസമയങ്ങളിൽ കൃത്യമായ അളവുകളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണം കിട്ടാൻ സാധ്യതയുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് ഇത് പ്രയോജനപ്പെടുന്നത് വാദദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകൾ അനുഭവിക്കുന്നവര്, പ്രായമായവര്, ശരീരത്തിന് ബലക്ഷയം, ക്ഷീണം, തളർച്ച, നാഡീശക്തി കുറവ്, സന്ധികൾ തോറും വേദന അനുഭവപ്പെടുക, ഉറക്കക്കുറവ്, ഇൻസോംനിയ, പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ഇത്തരക്കാർക്കൊക്കെ ഒരു 5-6 മാസക്കാലമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അവർക്ക് ഇതിന്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് വഴി അതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കാറുമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ എന്തെന്ത് ഔഷധങ്ങൾ ചേർത്ത് ഏത് രീതിയിലാണ് അശ്വവും ധാരിഷ്ടം തയ്യാറാക്കുന്നത്, അശ്വവും ധാരിഷ്ടം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ സംഗതികൾ, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, ഏത് അളവിൽ ഉപയോഗിക്കാം, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡോക്ടർ നിർദ്ദേശാനുസരണം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇതൊരു ഔഷധമാണ്, ഇതൊരു ജനറൽ ടോണിക് ഒന്നുമല്ല. ഓവർ ദ കൗണ്ടർ നിങ്ങൾ സ്വയമേവ വാങ്ങി ഉപയോഗിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. തൽക്കാലം നിർത്തട്ടെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.